UDF സർക്കാരിന്റെ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് നെൽ കർഷകർ. പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ നെല്ലുവില 35 രൂപയായി ഉയർത്തുമെന്നും നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ വില നൽകാനായി റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുമെന്നുമാണ് കർഷകരുടെ പ്രതീക്ഷ. നെല്ലിന്റെ ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. UDF സർക്കാരിന്റെ കന്നി ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് നെൽകർഷകർ ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്ന് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. നെല്ലുവില 35 രൂപയായി ഉയർത്തുമെന്നും നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് പണം നൽകാനായി റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുമെന്നും UDF വാഗ്ദാനം ചെയ്തിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും നടപ്പാക്കുന്നതിന് വേണ്ട പ്രഖ്യാപനങ്ങൾ ആദ്യ ബജറ്റിൽ ഉണ്ടാവുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായും അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നെല്ലിന് 35 രൂപയാക്കുമെന്നും റിവോൾവിംഗ് ഫണ്ട് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് അതാണ്. നെല്ലിൻ്റെ പണം കിട്ടിയിട്ടില്ല, ഇപ്പോഴും മാർച്ച് 18 ശേഷം പണം കിട്ടിയിട്ടില്ല. അപ്പോൾ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഉടനെ പണം കിട്ടുന്ന സംവിധാനം ഉണ്ടാകും. അതും രണ്ടും അവർ അംഗീകരിക്കുമെന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി ഒരു പഠനം നടത്തി ഞങ്ങളെ കൂട്ടിച്ചേർത്ത് നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നെല്ലിൻ്റെ കയറ്റിറക്കുകൂലി അടക്കം ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ ഏറ്റെടുക്കണം. അനധികൃത കിഴിവിന് സർക്കാർ കടിഞ്ഞാണിടണം. പമ്പിംഗ് സബ്സിഡി അടക്കം വിവിധ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കണമെന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പമ്പിംഗ് സബ്സിഡി ശരിക്കും പറഞ്ഞാൽ 12 വർഷമായി വർദ്ധിപ്പിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുഖ്യമന്ത്രി പുതുയുഗ യാത്രയ്ക്ക് അന്ന് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നപ്പം വളരെ വ്യക്തമായിട്ടത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്കത് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ തന്നെ ഹാൻഡ്ലിംഗ് ചാർജ് 20 വർഷമായി വർദ്ധിപ്പിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ വഹിക്കേണ്ടതാണ്. കൃഷിനാശമുണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം സമയബന്ധിതമായി ലഭിക്കാറില്ല. ഇതിനും സർക്കാർ നടപടി സ്വീകരിക്കണം. ഇവയടക്കം 23 ആവശ്യങ്ങൾ കോട്ടയത്തു നിന്നുള്ള കർഷകർ മുഖ്യമന്ത്രിയെയും കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കണ്ട് ഉന്നയിച്ചിരുന്നു. ഇത്തരം വിഷയങ്ങളിലെല്ലാം ഘട്ടം ഘട്ടമായി പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. നിലവില കാലവിളംബമില്ലാതെ ലഭ്യമാക്കുന്നതിനും കിഴിവ് തർക്കം തടയുന്നതിനും നടപടിയുണ്ടായില്ലെങ്കിൽ വീണ്ടും കൃഷി ചെയ്യാനില്ല എന്ന നിലപാടും കർഷകർ ആവർത്തിക്കുന്നു. അമൃത ന്യൂസ്, കോട്ടയം.